നിങ്ങൾക്ക് ആർക്കും ടെൻഷൻ ആവില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ. ആ പ്രൊമോ എന്ന് പറയുന്നത് കുറച്ച് സീനാണ്. എന്തായാലും നാളെ ബിഗ് ബോസ് മലയാളം സീസൺ 7 നിർത്തിവെച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ. ആ പ്രൊമോ എന്ന് പറയുന്നത് കുറച്ച് സീനാണ്. എന്തായാലും നാളെ ബിഗ് ബോസ് മലയാളം സീസൺ 7 താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. താൻ പറഞ്ഞതിൽ വല്ല നേരമുണ്ടോ? വയ്യ, ഇനി വയ്യ. മാവേ കയറാനും 4 കാലേ നടന്ന് നടുപടിക്കാനും ഇനി ഞാനില്ല. ബിഗ് ബോസ് കൊടുത്ത ടാസ്ക് വൻ അടിയായിട്ട് മാറുകയും ഒടുവിൽ ബിഗ് ബോസ് നാളെ വന്ന് പറയുന്നുണ്ട്, ഈ നിമിഷം മുതൽ നിങ്ങളുമായിട്ട് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. വെറുതെ വായി തോന്നുന്നു വിളിച്ചു പറയരുത്. വായി തോന്നല്ല സബാനെ, മനസ്സിൽ തോന്നുന്ന. ബിഗ് ബോസ് ഇനി വീട്ടിലുള്ള കണ്ടസ്റ്റൻസുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും നടത്തില്ല. അത് എത്ര സമയം വരെയാണെന്ന് നമുക്കറിയില്ല. ഷോ താൽക്കാലികമായി നിർത്തിവെച്ചു. അതായത് സീസൺ 7 താൽക്കാലികമായി നിർത്തിവെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ അവസ്ഥയിലെത്തുമെന്ന് ഞാൻ തീരെ വിചാരിച്ചില്ല. വഴക്കെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വഴക്ക്, വലിയ വയലൻസിലേക്കൊക്കെ പോയോ എന്ന് തോന്നുന്ന തരത്തിലുള്ള വഴക്ക് അവിടെ നടന്നിട്ടുണ്ട്. എന്തിനുള്ള പുറപ്പാടാണോ? നിങ്ങൾക്ക് അത് പറയാം. ഞാനിവിടെ മുള്ളിന്റെ മുകളിലാണ് നിൽക്കണേ. അനീഷ്, അപ്പാനി, അങ്ങനെ സകലരും അതിന്റെ ഭാഗമായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാവരും ഉരുണ്ടും മറിഞ്ഞും തള്ളിയും ഉന്തിയും ചവിട്ടിയും ഒക്കെ വേണ്ട ബഹളം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ദേഷ്യം വന്നാൽ പിന്നെ നാക്കിന് ബ്രേക്കില്ല, വല്ലതൊക്കെ പറയും. അങ്ങനെ കുറെ ശത്രുക്കളെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ എന്റെ മനസ്സിലൊന്നുമില്ല. സോ നാളെ ഒരു 1.5 ടാസ്കും പ്രശ്നങ്ങളുമാണ് എന്നാണ് തോന്നുന്നത്. ലൈവിലും എപ്പിസോഡിലും ഒക്കെ നമുക്കത് കാണാം. എന്റെ ഒരു കഷ്ടകാലം അല്ല എന്ത് പറയാനാ. ഒളിച്ചോട്ടം ഒന്നിനും പരിഹാരമല്ല. എന്ത് ചങ്കുറപ്പോടെ നേരിടണം, അതാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്നത്.